അനീഷ് തോറ്റു, അനുമോള് ജയിച്ചു എന്നുള്ള ആ ഒരു റിസൾട്ട് വന്നോടുകൂടി അഖിൽമാറും ഞാൻ തമ്മിലുള്ള ആ ഫൈറ്റ് ഞാനവിടെ അവിടെ തീർന്നോ. അപ്പം ഞാൻ മെസ്സേജ് അയച്ചു രാത്രി. അഖിൽമാറാണ് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിൽക്കും ഞാൻ വാട്സപ്പ് ചാറ്റ് കാണിച്ചു 1 സെക്കൻഡ്. ഞാൻ ഒരിക്കലും പേഴ്സണൽ മെസ്സേജ് ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ സ്റ്റിൽ ഇതാണ് അഖിൽമാറും ഞാനും തമ്മിലുള്ള ചാറ്റ്. ഇതിൽ വേറെ നമ്പറൊന്നും കാണുന്നില്ലല്ലോ. ചാറ്റ് ഓക്കെ, ഇതാണ് ചാറ്റ്. അന്ന് ഞാൻ വിനുവിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ നമ്പർ ചോദിച്ചത്. അതിന് ശേഷം മെസ്സേജ് അയച്ചു. കാശ് മേടിച്ചാണ് ജിൻഡൊക്കെ തൊട്ട് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പി വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ വിഷയങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ, ഗുഡ് നൈറ്റ് അങ്ങനെ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാ അങ്ങനത്തെ ലെവലിൽ സംസാരിച്ചല്ലോ. അത്രയും കാലം ഞാൻ ചേട്ടാന്ന് വിളിച്ചത് പെട്ടെന്ന് എൻ്റെ ദേശത്തിൻ്റെ പുറത്ത് ഞാൻ ഇടപെടാൻ വിളിച്ചല്ലോ. അപ്പം ഞാൻ ഒരു ഫോർമലായിട്ടൊരു സോറി പറഞ്ഞു, അപ്പോളജീസ് ഫോർ ബാഡ് ബിഹേവിയർ ലേറ്റ്ലി, ബൈ. അത് കഴിഞ്ഞ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു. പുള്ളി തിരിച്ചു പറഞ്ഞാൽ എല്ലാം അനിയനും ചേട്ടനുമായിട്ടുള്ളൊരു സ്നേഹമുള്ള വഴക്ക്, അങ്ങനെ വർട്ടാതെ നിർത്തി. ഓക്കെ, ഇതാണ് അതവിടെ തീർന്നു. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. അല്ലാണ്ട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് രാത്രി അനീഷ് തോറ്റപ്പോഴേക്ക് ഞാൻ ഫുള്ള് ഇതായി കരഞ്ഞ് കാല് പിടിച്ച് മപ്പ് പറഞ്ഞു, അങ്ങനെ ഒന്നല്ല. ഓക്കെ, ജസ്റ്റ് അതൊരു മാൻ ടു മാൻ റെസ്പെക്റ്റ് ആണ്. ഞാനത് എന്നോട് ഇങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണിക്കും ആൾക്കാരോട്, മനസ്സിലാവും. പണ്ടത്തെ ഞാനാണെങ്കിൽ അതൊന്നും കാണിക്കൂല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് അങ്ങനെ ആരുമായിട്ടൊരു ലോങ് ടേം എന്താ പറയുക ഒരു ഗ്രഡ്ജ് വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കാം.